പ്രിയപ്പെട്ട KSRTCയിലെ പെൻഷനായ ജീവനക്കാരെ, ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. കാര്യം നിങ്ങളുടെ കഷ്ടവും ബുദ്ധിമുട്ടും നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ ആത്മഹത്യയും മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ നിങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. കാര്യം നിലവിലെ ശമ്പള പരിഷ്കരണ കരാറിൽ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി ഒരു വാർത്ത ഞങ്ങൾ തരാൻ തയ്യാറാവുന്നു. അത് വേറൊന്നുമല്ല, 2024 രണ്ടാം മാസം KSRTC നിന്ന് പെൻഷനായ ഒരാൾ അയാളുടെ സർവ്വ ആനുകൂല്യങ്ങളും കൈക്കലാക്കിക്കൊണ്ട് പിരിഞ്ഞു പോയ വിവരം ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ 2021 മുതൽ 24 വരെ നാളെ ഇതുവരെ പെൻഷൻ ആനുകൂല്യങ്ങളോ മറ്റാനുകൂല്യങ്ങളോ കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പോലും സാമ്പത്തിക ബാധ്യത കാരണം നൽകാൻ നിവൃത്തിയില്ല എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ 2024 രണ്ടാം മാസം പെൻഷനായ ആൾ സർവ്വ ആനുകൂല്യങ്ങളും മേടിച്ചുകൊണ്ട് KSRTCയിൽ നിന്ന് പെൻഷനായി പോവുകയും അദ്ദേഹം ഇന്ന് മന്ത്രിയുടെ കൂടെ ഇരുന്ന് നിങ്ങളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നു. 10,73,000 രൂപ ശമ്പളം ഉണ്ട് കേട്ടോ അവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ KSRTCയിലെ നക്കാപ്പിച്ച പെൻഷന് വേണ്ടി അദ്ദേഹം നിങ്ങളുടെ സമരത്തിന് വരില്ല. നിങ്ങളുടെ ഒരു സമരവേദിയിലും അദ്ദേഹം കാണില്ല. കാര്യം അദ്ദേഹം ഇനി KSRTCയുടെ സേവനം KSRTCയെ സേവിച്ച് ഒരു പരുവത്തിലെത്തിച്ചു. ഇനി കേരളത്തിലെ ഗതാഗതം ഉപയോഗിക്കുന്ന മന്ത്രിയെയും അല്ലെങ്കിൽ ആ നാട്ടുകാരെയും കൂടെ സേവിക്കാൻ അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം ലഭിച്ചത് എന്ന് നിങ്ങൾ KSRTCയുടെ ചീഫ് ഓഫീസിൽ CMDയോട് വിവരാവകാശം വെച്ച് ചോദിക്കണം. അതേ അവകാശം നിങ്ങൾക്കുമുള്ളതാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കണം. കാര്യം ദയനീയമായ ഒരു വാർത്ത അറിഞ്ഞത്, 2 ജീവനക്കാർ അവരുടെ പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവരുടെ PF-ൽ നിന്ന് ലോണ് അപേക്ഷിച്ചു. ലോണ് സാങ്ഷനായിട്ട് ഈ മാന്യൻ അവിടെ സെക്ഷനിൽ ചെന്ന് പറഞ്ഞു, ഒരുത്തനും പൈസ കൊടുക്കണ്ട, ഒരു 10 പൈസ കൊടുക്കണ്ട, ഞാൻ അറിയാതെ കൊടുക്കരുത് എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യനാണ് 2024 രണ്ടാം മാസം പെൻഷനായിട്ട് കംപ്ലീറ്റ് ആനുകൂല്യങ്ങളും മേടിച്ച് ഇപ്പോൾ മകളുടെ കല്യാണമാണ് ഏപ്രിൽ മാസത്തിൽ. അത് കല്യാണം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങളെ കൂടെ നിന്ന് ചിരിച്ച് കാണിച്ചിട്ട് നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. KSRTC മാനേജ്മെൻറ്റും ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടണം. ഇവിടുത്തെ പെൻഷനും പറ്റിയ പാവപ്പെട്ട ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുമ്പോൾ അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏത് രീതിയിൽ ഒരു പക്ഷേ താങ്കളുടെ പേര് പറഞ്ഞായിരിക്കും, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പേര് പറഞ്ഞായിരിക്കും അദ്ദേഹം ഈ സ്വാധീനത്തിൽ ഈ പൈസ കൈക്കലാക്കിയത്. ഇതിനെക്കുറിച്ച് ദയവായി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിന് വേണ്ട ഉചിതമായ നടപടി സ്വീകരിക്കണം. ഇവിടുത്തെ പാവപ്പെട്ട ജീവനക്കാർക്ക്, പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കണം. കാരണം അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് DA നൽകുന്നില്ല, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. വർദ്ധിപ്പിച്ച ശമ്പള പരിഷ്കരണ കരാറിൽ അവരെ പെടുത്തിയിട്ട് പോലുമില്ല. കാരണം ഈ ശമ്പള പരിഷ്കരണ കരാർ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് മേശപ്പുറത്ത് വെച്ചേനെ. അത് ഇതുവരേക്കും ഒപ്പിട്ട് അംഗീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനിയൊരു ആനുകൂല്യം കിട്ടില്ല. കാര്യം നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ തെരുവിൽ അലയുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ വിവരം നിങ്ങളോട് കൈമാറുമ്പോൾ നിങ്ങൾ വളരെ വേദനയോടുകൂടി നിങ്ങളെ അറിയിക്കുന്നു. ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടും. കാര്യം സ്വന്തം മകളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ PF-ൽ ലോൺ അപേക്ഷിക്കുമ്പോൾ പോലും അത് സാങ്ഷനായ പോലും തരാത്ത ഈ നീചന്മാരെ പുറത്തു കൊണ്ടുവരേണ്ടത് നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്വമാണെന്നിരിക്കെ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും സമരഭടന്മാരായി മുന്നോട്ടിറങ്ങുക, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക. ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും ബഹുമാനപ്പെട്ട മന്ത്രിയും ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മാനദണ്ഡ പ്രകാരമാണ്, ആ മാനദണ്ഡ പ്രകാരം നിങ്ങൾക്കും അർഹതപ്പെട്ടവരാണ്. നിങ്ങൾ ആ പാതയിൽ മുന്നോട്ട് പോവുക. Thank you.